ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗ്രേറ്റ് യാർമൗത്തിലെ നോർഫ്ലോക്കിനടുത്തുള്ള ട്രിഗ്ബി ഹാൾ വൈൽഡ് ലൈഫ് ഗാർഡനിലാണ്. ഏകദേശം 250 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ഒരു ഗാർഡനിനുള്ളിലാണ് ഇവർ ഒരു അടിപൊളി സൂ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആനിമൽസ് മിക്കതും ഏഷ്യൻ ഒറിജിനാണ്. അതുപോലെ തന്നെ മെയിൻലി എൻഡേഞ്ചേർഡ് സ്പീഷ്യസ്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇങ്ങനെയുള്ള ജീവികളെ ഇവർ പ്രത്യേകമായി ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവിടെ. അതുമാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള ഈ മൃഗങ്ങളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെയുണ്ട്. ഓരോ മൃഗത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസാണ്, അത് കൊടുത്ത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന അഡോപ്ഷൻ മണി കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവരുടെ വെബ്സൈറ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അതൊന്ന് നോക്കാം. ഈ ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെയുള്ള ഈ കടുവകളെയും പുലിപ്പുലിയൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന ഒരു അവസരം മറ്റ് ഒരു UK സൂവും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ സന്ദർശകർക്ക് വേണ്ടി പ്രത്യേകമായി പണി കഴിപ്പിച്ചിട്ടുള്ള ട്രീ ടോപ്പ് പ്ലാറ്റ്ഫോമുകളും ഏറുമാടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്ന് നമുക്ക് വളരെ അടുത്ത് നിന്ന് ഇവയെ കാണാനായിട്ട് സാധിക്കും. ചില സമയത്തൊക്കെ നമുക്ക് നല്ല പേടി തോന്നും, കാരണം നമ്മൾ ഇത്ര അടുത്ത് നിന്ന് കാണുമ്പോൾ ഇതെല്ലാം പൊട്ടിച്ച് നമ്മുടെ അടുത്തോട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി തോന്നുന്ന തരത്തിലുള്ള അത്ര അടുത്താണ് നമുക്ക് നിൽക്കാൻ പറ്റുക. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആനിമലാണ് സുമാട്രൻ ടൈഗർ. ഇന്തോനേഷ്യൻ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഈ ഒരു ടൈഗർ വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആകെ 400ഓളം കടുവകൾ മാത്രമേ ലോകത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രത്യേകമായി സംരക്ഷിച്ചു പോവുകയാണ്. ഈ വർഷം ഫെബ്രുവരി എൻഡ് ടൈമിലാണ് ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഈ ഒരു കടുവയെ കാണാൻ പറ്റിയിരുന്നു. അതിനുശേഷം മാർച്ച് എൻഡോടുകൂടെ ആ ഒരു സമയത്ത് ഞങ്ങൾ വെബ്സൈറ്റിൽ ഇങ്ങനെ കണ്ടിരുന്നു ഈ ഒരു ടൈഗർ ചത്തുപോയ ഒരു ന്യൂസ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വിഷമം തോന്നി, കാരണം ഞങ്ങളുടെ ആ ഒരു ട്രിപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഈ ഒരു ടൈഗറിൻ്റെ ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഈ ഒരു ടൈഗറിനെ നമുക്ക് കാണാം. സാഡ്ലി അത് പാസ് ഔട്ടായി. നേരത്തെ പറഞ്ഞ വൈൽഡ് ആനിമൽസ് കൂടാതെ ലെപ്പേർഡ്സ്, റെഡ് പാൻഡാസ്, ഗിബോൺസ്, മങ്കീസ്, മീർകാറ്റ്സ് ആൻഡ് വേരിയസ് റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ചൈൽഡ് കെയർ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അതിനകത്ത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ് പ്ലേ ഏരിയാസ്, പിന്നെ ക്ലൈംബിംഗ് ഫ്രെയിംസ്, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ടീ ട്രോപ്പിലുള്ള പ്ലേ ഏരിയ. ഞങ്ങൾ വന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ഏരിയാസ് റീഫർബിഷിന് വേണ്ടി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എന്നാലും കുറച്ച് ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചു.
അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഈ ഒരു അടിപൊളി ഫാമിലി ഡെസ്റ്റിനേഷന് പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്താൽ മതിയായിരിക്കും. ടിക്കറ്റിൻ്റെ പ്രൈസ് ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൻ്റെ വെബ്സൈറ്റിൽ കൂടെ ലഭ്യമാണ്. അപ്പം നിങ്ങളുടെ അടുത്ത ഒരു ഹോളിഡേ ഇങ്ങോട്ട് പ്ലാൻ ചെയ്താലോ? ഈ ഒരു സ്ഥലം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇതാണോ ഇത് ഹോസ് ഡാഡിക്ക് ഹോസ് ഹോസോ ഡാഡിക്ക് കുത്തി തടപ്പിക്ക് ഡാഡിയുടെ ടൈം ആ റെഡി ശരി ഗോ. അയ്യോ ശരിക്കും ആയില്ല ഇവിടെ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.